ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. കർത്താവേ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സൗഖ്യം തരണമേ. ഈശോയെ നിന്റെ സ്നേഹത്തിലുള്ള സൗഖ്യം ഞങ്ങൾക്ക് തരണമേ. കർത്താവേ ഞങ്ങൾ മുറിവേറ്റവരാണ്. ഈശോയെ ഞങ്ങൾക്ക് സൗഖ്യം വേണം. ഈശോയെ ഞങ്ങളെ സുഖപ്പെടുത്തുന്നവനെ നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണ് തുറന്ന് കർത്താവിനെ കണ്ട് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം. ഇത് കർത്താവ് നമ്മെ കാണുന്ന സമയം കൂടിയാണ്. നമ്മുടെ മനസ്സിനേറ്റ സകല മുറിവുകൾക്കും ഈശോയ്ക്ക് സൗഖ്യം തരാൻ പറ്റും. നമ്മൾ മുറിവേറ്റവരായി ജീവിക്കേണ്ടവരല്ല, സൗഖ്യമുള്ളവരായി ജീവിക്കേണ്ടവരാണ്. അതിനുവേണ്ടിയല്ലേ യേശു മുറിവേറ്റത്. കണ്ടാലും ഇതാണ് സ്നേഹം. അൽത്താരയിൽ നിന്റെ അമ്മ മറന്നാലും അപ്പൻ മറന്നാലും നിന്നെ സ്നേഹിക്കുന്നൊരു കർത്താവ് അൽത്താരയിലുണ്ട്. നിന്റെ യൗവനത്തിലും നിന്റെ മധ്യാഹ്നത്തിലും നിനക്ക് നരബാധിക്കുമ്പോഴും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ഈശോ അൽത്താരയിലുണ്ട്. ഈശോയ്ക്ക് മാത്രമേ നമ്മെ സുഖപ്പെടുത്താൻ പറ്റൂ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും നമ്മെ സുഖപ്പെടുത്താൻ പറ്റില്ല. ഈശോയ്ക്ക് മാത്രമേ നമ്മെ സുഖപ്പെടുത്താൻ പറ്റൂ. മോനെ നിന്റെ മനസ്സിനേറ്റ എല്ലാ മുറിവുകളെ ഈശോയ്ക്ക് കൊടുക്കുക. നിന്റെ സ്വഭാവത്തിൽ പോലും നിനക്കിഷ്ടമില്ലാത്ത ചില സ്വഭാവ രീതികൾ തന്നെ നിന്നിലില്ലേ? നീ തന്നെ പലപ്പോഴും ഉള്ളുകൊണ്ട് പറഞ്ഞിട്ടില്ലേ, എന്തേ ഞാൻ ഇങ്ങനെയായി, എന്തേ എൻ്റെ സ്വഭാവം ഇങ്ങനെയായി, എന്താ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നൊരു സ്വഭാവം, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം, ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയുക, അമിതമായി സങ്കടപ്പെടുക, അപകർഷതാബോധം, ആരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ആരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ആരുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നില്ല, എന്തേ എൻ്റെ സ്വഭാവം ഇങ്ങനെയായി എന്ന് നീ തന്നെ പല സമയത്തും നിന്നോട് തന്നെ ചോദിച്ചിട്ടില്ലേ? എവിടെയൊക്കെയോ ചില മുറിവുകൾക്ക് ഇനി സൗഖ്യം കിട്ടേണ്ടതുണ്ട്. ഇന്നലകളിൽ നിന്റെ ജീവിതം കടന്നുപോയ വഴികളാണ് നിന്നെ അങ്ങനെ ആക്കിയത്. നിന്റെ പഴയ മനുഷ്യനെ ദൂരെ എറിയണം. ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം. ഇത് സ്നേഹത്തിന്റെ മനുഷ്യനാണ്, ഇത് പരിശുദ്ധിയുടെ മനുഷ്യനാണ്, ഇത് സ്വർഗത്തിന്റെ മനുഷ്യനാണ്, ഇത് സ്വർഗം വിട്ടു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ്, ഇത് കരുണയുള്ള ദൈവമാണ്. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നോളം ഞങ്ങളുടെ മനസ്സിനേറ്റ സകല ദുരനുഭവങ്ങളിലേക്കും ഈശോയെ നിന്റെ തിരുരക്തം ഒഴുക്കണമേ, സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കാൻ പറ്റാത്ത മക്കളെ തമ്പുരാനെ വീണ്ടും വീണ്ടും നിന്റെ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കണമേ. വിട്ടുകൊടുക്കാൻ പറ്റാത്തവര്, അഹങ്കാരത്തോടെ കഴിയുന്നവര്, എളിമപ്പെടാൻ പറ്റാത്തവര്, അമിത വെറുപ്പും വൈരാഗ്യ ബുദ്ധിയും പ്രതികാര ചിന്തയൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവര് കർത്താവ് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി മക്കൾ നേരിടുന്ന സകല അസ്വസ്ഥതകളും തിരുമയുടെ സ്വാധീനങ്ങൾക്ക് വിടുതൽ നൽകണമേ. കലഹങ്ങള്, കലഹ സ്വഭാവമുള്ള കുടുംബങ്ങള്, ഭിന്നതയുള്ള കുടുംബങ്ങള്, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങൾ, സാമ്പത്തികമായിട്ട് എപ്പോഴും തകർന്നു കിടന്ന് പോകുന്ന കുടുംബങ്ങൾ, രോഗപീഠകൾ നിരന്തരം വേട്ടയാടുന്ന കുടുംബങ്ങൾ, കർത്താവേ കുടുംബങ്ങളെ നീ വിടുതൽ നൽകണമേ, വിമോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിന്റെ തിരുരക്തം ഈ മക്കളുടെ മേൽ ഇപ്പോൾ തിളയ്ക്കുന്നു. ആ തിരുരക്തത്തിന്റെ സൗഖ്യം നൽകണമേ. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് ഇതാ നിങ്ങളുടെ ശിരസിൽ ഈശോ തൻ്റെ മുറിവേറ്റ കരം വയ്ക്കുകയാണ്. ആ മുറിവിലാണ് നിനക്കുള്ള സൗഖ്യം ഇരിക്കുന്നത്. ആ തിരുമുറിവിൽ ഒഴുകിയിറങ്ങുന്ന തിരിച്ചോര നിന്റെ ശിരസ് മുതൽ പാദം വരെ ഒഴുകിയിറങ്ങട്ടെ.
നിന്റെ മനസ്സിനേറ്റ മുറിവ് മൂലം നീ ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന രോഗങ്ങൾക്ക് ഇപ്പോൾ സൗഖ്യം കിട്ടും. വർഷങ്ങളായി നീ കൊണ്ടു നടക്കുന്ന ചില ശാരീരിക രോഗങ്ങൾക്ക് ഈ നിമിഷം സൗഖ്യം കിട്ടും. വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന മനസ്സിനേറ്റ മുറിവുകൾക്ക് ഈശോ സൗഖ്യം തരും. എല്ലാ മുറിവുകളെയും ഈശോ കൊടുത്തേ. സൗഖ്യം കിട്ടേണ്ട എല്ലാ മേഖലകളെയും കൊടുത്തേ. എല്ലാ ദുശീലങ്ങളെയും കൊടുത്തേ. എല്ലാ വൈകൃതങ്ങളെയും കൊടുത്തേ. എല്ലാ പാപവാസനകളെ കൊടുത്തേ. ഉപേക്ഷിക്കാൻ പറ്റാത്ത പാപത്തോടുള്ള ബന്ധങ്ങളെ ഈശോ കൊടുത്തേ. ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ. ജീവിത പങ്കാളിയെ സ്നേഹിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. മക്കളെ സ്നേഹിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. നല്ല മാതൃക മക്കൾക്ക് കൊടുക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. വിശ്വാസത്തിന്റെ മാതൃക, വിശുദ്ധിയുടെ മാതൃക, ക്ഷമയുടെ, സ്നേഹത്തിന്റെ മാതൃക, ഇതൊക്കെ പങ്കുവെക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇതാ നിന്റെ മുറിവേറ്റ കരം ഈ മക്കളുടെ ശിരസിൽ വയ്ക്കുന്നു. ആ മുറിവിൽ നൊഴുകുന്ന തിരുരക്തം ഇപ്പോൾ ഈ മക്കളുടെ ശിരസ് മുതൽ പാദം വരെ ഒഴുകി ഇറങ്ങട്ടെ. കുഞ്ഞുനാൾ മുതൽ ഇന്നോളം ഓർമ്മയിൽ അവശേഷിപ്പിച്ചിരിക്കുന്ന സൗഖ്യം കിട്ടാത്ത സകല മുറിവുകളിലേക്കും ഈശോയെ നിന്റെ തിരുമുറിവിൽ നൊഴുകുന്ന രക്തം ഒഴുകി ഇറങ്ങട്ടെ. കർത്താവ്, ഈ മക്കളുടെ ശിരസ് മുതൽ പാദം വരെയുള്ള സകല രോഗപീഠകളിലേക്കും യേശുവിന്റെ രക്തം ഒഴുകട്ടെ. സൗഖ്യം കിട്ടാത്ത രോഗങ്ങൾ, സൗഖ്യത്തിന് രോഗ കാരണമെന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രോഗപീഠകൾ, മാരക രോഗങ്ങൾ, മാറാ രോഗങ്ങൾ, ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗപീഠകൾ, കർത്താവേ നിന്റെ തിരുരക്തം ഇപ്പോൾ ഒഴുകിയിറങ്ങി സൗഖ്യം നൽകണമേ. ഈശോയെ സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. മാരക രോഗങ്ങൾക്ക് ഇപ്പോൾ സൗഖ്യം നൽകണമേ. ഈ മക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല രോഗങ്ങളിലേക്കും ഈശോയെ സൗഖ്യം നൽകണമേ. ആന്തരിക അവയവങ്ങളിലുള്ള രോഗപീഠകൾക്ക് സൗഖ്യം നൽകണമേ. സ്കിന്നുമായി ബന്ധപ്പെട്ട രോഗപീഠകൾക്ക് സൗഖ്യം നൽകണമേ. അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്ക് കർത്താവേ സൗഖ്യം നൽകണമേ. ക്യാൻസറുകൾ, ട്യൂമറുകൾ, കർത്താവേ നിന്റെ പരിശുദ്ധ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ജോയിന്റ് പെയിനുകൾ, കൈകാൽമുട്ടുകളിലെ നീരുകൾ, വേദനകൾ, യേശുവേ സൗഖ്യം നൽകണമേ. മനസ്സിനേറ്റ സകല മുറിവുകൾക്ക് സൗഖ്യം നൽകി മനസ്സിന്റെ മുറിവ് മൂലം നിൽക്കുന്ന ശാരീരിക രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ. കർത്താവേ, പാപം മൂലം കടന്നു വന്ന രോഗപീഠകളിൽ സൗഖ്യം നൽകണമേ. പാപം മൂലം അനേകര് രോഗികളായി തീർന്നുവെന്ന് വചനം പറയുന്നുണ്ടല്ലോ. പാപത്തിന്റെ പരിണത ഫലമായി കടന്നു പോകുന്ന രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പൗരോഹിത്യത്തിൽ സുഖപ്പെടുത്താൻ അങ്ങ് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് വൈദികരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കള് ഈ നിമിഷം നിന്റെ മുറിവേറ്റ കരം വെച്ച് ആ മുറിവിൽ നൊടുങ്ങുന്ന തിരിച്ചോരയാൽ ഈ മക്കൾക്ക് വേണ്ട സൗഖ്യം നൽകണമേ. കർത്താവേ, നിന്നെ സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധത്തിൽ കണ്ണ് കണ്ടിട്ടില്ലാത്തത്, കാത് കേട്ടിട്ടില്ലാത്തത്, മനുഷ്യഹൃദയം അനുഭവിച്ചിട്ടില്ലാത്തതുമായ രീതിയിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും വീര്യപ്രവർത്തികളും കർത്താവ് ഇപ്പോൾ ഈ മക്കളിൽ, ഈ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. നിന്റെ പരിശുദ്ധ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. ദുശീലങ്ങളിൽ നിന്ന് വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. ജഡിക പാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. ദാമ്പത്യ അവിശ്വസ്തതയുടെ കെട്ടുകൾ അഴിയട്ടെ. ബ്ലൂ ഫിലിമിന്റെ അടിമത്തങ്ങൾ തകർന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ രക്തം ഒഴുകി ഇറങ്ങട്ടെ. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നേ. 2-3 പേര് കേൾക്കുന്ന സ്വരത്തിൽ യേശുവേ, യേശുവേ, യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. തിരുവിലാവിൽ നിന്നൊഴുകും യേശുവേ തിരുച്ചോരത്തുള്ളിയാ ഈശോയെ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ആമേൻ. തിരുവിലാവിൽ നിന്നൊഴുകും ഈശോയെ എനിക്ക് വേണ്ടി മുറിവേറ്റവനാണല്ലോ നീ.
തിരുച്ചോരത്തുള്ളിയാ നിന്റെ മുറിവിനാലുള്ള സൗഖ്യം ഞങ്ങൾക്ക് തരണം. കഴുകേണമെന്നെ ഇന്ന് എന്റെ ഓർമ്മകളെ കഴുകണമേ, കൈപ്പേറിയ ഓർമ്മകളെ കഴുകണമേ. കർത്താവേ സൗഖ്യം തരണമേ കർത്താവേ, ഈശോയെ സൗഖ്യം തരണമേ. തിരുവിലാവിൽ നിന്നൊഴു കർത്താവേ നിന്റെ സ്നേഹം കൊണ്ട് സൗഖ്യം തരണമേ. തിരുച്ചോരത്തുള്ളിയാ ഈശോയെ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ഈശോയേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്ന്